താങ്കൾ മതവിശ്വാസി അല്ല, ഒരു ഈശ്വരവിശ്വാസി ആണ് എന്ന് കേട്ടു. പക്ഷെങ്കിൽ ഞാൻ ഈ വിഷയം സ്വയം ചിന്തിച്ച് നോക്കിയിട്ട്, ഈ വിശ്വാസങ്ങളല്ലേ നമ്മുടെ ഈ രാജ്യത്ത് അല്ലെ ഈ നാട്ടിലുണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് കാരണം? യഥാർത്ഥത്തിൽ വിശ്വാസങ്ങൾ ശരിയാവാതെ വരുമ്പോൾ വിശ്വാസങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. വിശ്വാസം ശരിയാകുമ്പോൾ ആ വിശ്വാസം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയില്ലെന്ന് മാത്രമല്ല, അതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് നിലവിൽ ഒരുപാട് വിശ്വാസങ്ങളുള്ള സമൂഹങ്ങളിലേക്കാണ് പ്രവാചകന്മാർ കടന്നു വന്നത്. എന്നിട്ട് അവരോട് പറഞ്ഞത് ചില വിശ്വാസങ്ങളെ കൈയൊഴിക്കാനാണ്. കാരണം വിശ്വാസങ്ങൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അതിന് പകരം ചില വിശ്വാസങ്ങൾ സ്വീകരിക്കാൻ പറഞ്ഞു. അത് സ്വീകരിച്ചപ്പോഴാകട്ടെ സമൂഹങ്ങളിലെ പ്രശ്നങ്ങൾ തീരുകയും ചെയ്തു. ആ വിശ്വാസം എന്തായിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. കൈയൊഴിക്കാൻ പറഞ്ഞ വിശ്വാസങ്ങൾ എന്തായിരുന്നു എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ല, ശരിയായ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന വിശ്വാസം ശരിയും തിന്മയിലേക്ക് നയിക്കുന്ന വിശ്വാസം തെറ്റും എന്ന മാനദണ്ഡം നമ്മൾ അംഗീകരിച്ചാൽ, തെറ്റിലേക്ക് നയിക്കുന്ന വിശ്വാസങ്ങളെ കൈയൊഴിക്കുക എന്നതും ശരിയിലേക്ക് നയിക്കുന്ന വിശ്വാസങ്ങളെ സ്വീകരിക്കുക എന്നതും എളുപ്പത്തിൽ സാധ്യമാണ്. അതിലൂടെ അത് സാധ്യമാവുള്ളൂ. അപ്പോൾ ശരിയായ തലത്തിലേക്ക് ഇപ്പോൾ പ്രവാചകന്മാരൊക്കെ മനുഷ്യ സമൂഹത്തിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവർ വ്യത്യസ്തമായ കുറേ വിശ്വാസങ്ങളുമായിട്ട് നടന്നിരുന്നു. പക്ഷെ ആ വിശ്വാസങ്ങളുടെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതെല്ലാം മനുഷ്യനെ യഥാർത്ഥത്തിൽ സംസ്കരിച്ചെടുക്കുന്നതിനുള്ളതായിരുന്നില്ല, നേരായ വഴി കാണിച്ചു കൊടുക്കുന്നതിനുള്ളതായിരുന്നില്ല. ഇപ്പം നേരത്തെ ഞാൻ വിഷയം അവതരിപ്പിച്ചപ്പോൾ തന്നെ സൂചിപ്പിച്ചു, ഇപ്പം നിലവിലുള്ള വിശ്വാസങ്ങളുടെ ചില അവസ്ഥകൾ അല്ലെ, ദൈവാരാധനയ്ക്ക് വേണ്ടി നേർച്ചകളും വഴിപാടുകളൊക്കെ ചെയ്യുന്നത് സ്വാർത്ഥമായ കുറേ കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി. ഉദാഹരണം പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ, SSLC പരീക്ഷ കഴിഞ്ഞൊരു വിദ്യാർത്ഥി സ്പെഷ്യലായി ദൈവാരാധന നടത്താൻ പോകുന്നതിൻ്റെ പിന്നിലെ പ്രചോദനം കാര്യസാധ്യം പരീക്ഷയിൽ പാസ്സാവുക. കള്ളക്കടത്തുകാരൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കള്ളക്കടത്ത് സാധനം പിടിക്കപ്പെടാതെ ലക്ഷ്യത്തിലെത്തണം, ഇതിന് ദൈവം സഹായിക്കണം. ഈ അർത്ഥത്തിലുള്ള വിശ്വാസങ്ങളിലൂടെ മനുഷ്യനൊരിക്കലും സംസ്കരിക്കപ്പെടുകയല്ല. അവൻ ചെയ്യുന്ന തിന്മയ്ക്ക് ഈ വിശ്വാസത്തിലൂടെ രക്ഷയുണ്ടെന്ന് തോന്നിയാൽ ആ തിന്മകൾ വർദ്ധിക്കുക എന്നത് അതിലൂടെ സംഭവിക്കാം. ആ സ്വഭാവത്തിൽ വിശ്വാസങ്ങളിലൂടെ സമൂഹത്തിൽ വ്യതിചലനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതേസമയത്ത് പ്രവാചകന്മാർ പറഞ്ഞ വിശ്വാസം അനുസരിച്ച് നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചു, ദൈവത്തിലുള്ള വിശ്വാസം മാത്രമല്ല, സൃഷ്ടാവിനോടുള്ള കടപ്പാട് മാത്രമല്ല ആ വിശ്വാസത്തിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്നത്. അതിനപ്പുറത്ത് സൃഷ്ടികളോടുള്ള കടപ്പാടും പറയുന്നു. ആ വിശ്വാസം എങ്ങനെയാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്, അതെങ്ങനെയാണ് തെറ്റായിത്തീരുക, അത് നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കുക. ഇപ്പോൾ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ടതനുസരിച്ച് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടതും സ്നേഹിക്കേണ്ടതും ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടതും ദൈവത്തെയാണ് എന്ന് പറയുന്നു. പിന്നെ അതിനോട് ചേർത്ത് പറഞ്ഞു, പിന്നെ ആ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന, ദൈവത്തിൻ്റെ മാർഗം പഠിപ്പിച്ചു തരുന്ന പ്രവാചകന്മാരെയാണ്. അതിനുശേഷം പറഞ്ഞു, പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും ബാധ്യതകൾ നിർവഹിക്കേണ്ടതും മാതാവിനോടുള്ള കടപ്പാടാണ്. പിന്നെ പറഞ്ഞു പിതാവിനോടുള്ള കടപ്പാടാണ്. പിന്നെ പറഞ്ഞു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ണാൻ പാടില്ല. ഈ സ്വഭാവത്തിൽ ഒരു വിശ്വാസം ഒരു സമൂഹത്തിൽ പഠിപ്പിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് ആ വിശ്വാസം ഉൾക്കൊണ്ടൊരു സമൂഹം ജീവിക്കുമ്പോൾ അവിടെ നാശങ്ങൾ ഉണ്ടാകുന്നത്, അവിടെ എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അതിലൂടെ അല്ലേ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക? മാത്രമല്ല, പ്രവാചകന്മാരുടെയൊക്കെ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജീവിതത്തെ പഠിപ്പിച്ചപ്പോൾ അവിടെ ഒരു വിശ്വാസം മാത്രം, ആ വിശ്വാസത്തിൽ ഉള്ള രണ്ട് തലങ്ങളുണ്ട്. ആ വിശ്വാസത്തിൻ്റെ രണ്ട് തലങ്ങൾ എന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്, ശരിയുണ്ട് തെറ്റുണ്ട്, നന്മയുണ്ട് തിന്മയുണ്ട്. വിശ്വാസം പഠിപ്പിക്കുന്നത് നന്മയെ മാത്രം തിരഞ്ഞെടുക്കാനും തിന്മയെ ഒഴിവാക്കാനുമാണ്. അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും. അതെല്ലാ മേഖലകളിലും മനുഷ്യൻ അംഗീകരിക്കുമ്പോൾ പ്രശ്നങ്ങൾ തീരുകയാണ് ചെയ്യുക. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളതും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, മദ്യം പാടില്ല എന്നത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ആ വിശ്വാസം മനുഷ്യനെ തിന്മയിലേക്കല്ല നന്മയിലേക്കാണ് നയിക്കുക. അതേസമയത്ത് അതേപോലെ തന്നെ വേറെ ചില കാഴ്ചപ്പാടുള്ളത്, ദൈവത്തിൻ്റെ തൃപ്തിക്ക് മദ്യം ആവശ്യമാണെന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കും. കാരണം ദൈവം മദ്യമാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ, ഞാൻ ഇഷ്ടപ്പെടുന്ന ദൈവം മദ്യമാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഞാനും മദ്യപാനിയാവുക അതിൻ്റെ ഒരു അനന്തരഫലമാണ്. ഈ അർത്ഥത്തിൽ ഓരോ കാര്യങ്ങൾ പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, തിന്മയായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ. ഇപ്പോൾ പലിശ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അത് പാടില്ലാത്ത ഒരു സംഗതിയാണ്, അത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ
ചതിയാകട്ടെ, വഞ്ചനയാകട്ടെ, കൊള്ളയാകട്ടെ, കൊലയാകട്ടെ, എന്തെല്ലാം തിന്മകളുണ്ടോ എല്ലാം തെറ്റാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. ഇതാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. എങ്കിൽ ആ വിശ്വാസ മനുഷ്യനെ തിന്മയിലേക്കല്ല നന്മയിലേക്കാണ് നയിക്കുക എന്ന കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് പ്രവാചകന്മാരിലൂടെ വിശ്വാസം, നിലവിലുള്ള സമൂഹങ്ങളിലെ വിശ്വാസങ്ങളെ തിരുത്തി പുതിയ വിശ്വാസം പഠിപ്പിച്ചപ്പോൾ അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു, ധർമ്മം സ്ഥാപിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് പുനഃസ്ഥാപിക്കലാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.